ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ജൂലൈ 3-ന് കോട്ടയത്ത് സംഭവിച്ച കേരളത്തെ ഞെട്ടിച്ച ഒരു യഥാർത്ഥ സംഭവമാണ്. മരണത്തിന്റെ ഗുഹാമുഖത്ത് കുടുങ്ങിപ്പോയ 3 ജീവനുകൾ. അവർ രക്ഷപ്പെടുമോ? ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ആ 30 മണിക്കൂറുകൾ. നമുക്ക് ആ കഥയിലേക്ക് പോകാം. 2024 ജൂലൈ 3 കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് എരുമേലിക്ക് സമീപം കൂട്ടിക്കൽ ടൗണിനോട് ചേർന്ന് പാറ തുരന്നുണ്ടാക്കിയ ഒരു നടപ്പാത. പുറമേ ഒരു സാധാരണ ഗുഹ പോലെ തോന്നാമെങ്കിലും ഉള്ളിൽ 3 മനുഷ്യജീവനുകൾ വിയർപ്പൊഴുക്കി ജോലി ചെയ്യുകയായിരുന്നു. അവർക്കറിയില്ലായിരുന്നു ആകാശത്ത് കറുത്തുകൂടിയ കാർമേഘങ്ങൾ അവരുടെ വിധി കുറിക്കുകയായിരുന്നെന്ന്. പെരുമഴ, ഒരു സാധാരണ മഴയായിരുന്നില്ല അത്. നിമിഷങ്ങൾക്കകം സമീപത്തെ പാറക്കെട്ടുകൾക്ക് താങ്ങാനായില്ല. ഭീകരമായ ശബ്ദത്തോടെ ടൺ കണക്കിന് പാറകളും മണ്ണും ഇടിഞ്ഞു വീണു. ഗുഹയുടെ പ്രവേശന കവാടം പൂർണ്ണമായും അടഞ്ഞു. ഉള്ളിൽ ആ 3 തൊഴിലാളികളും കുടുങ്ങി. പുറത്ത് രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ ഒരു ഭീമാകാരമായ വെല്ലുവിളി. 100 കണക്കിന് ടൺ പാറകളും മണ്ണും. മഴയോ അത് തോരാതെ പെയ്തുകൊണ്ടേയിരുന്നു. മണ്ണിടിച്ചിലിന്റെ ഭീഷണി തലയ്ക്ക് മുകളിൽ ഉറച്ചു നിൽക്കുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു. ഓക്സിജൻ കുറയുന്നു. ഉള്ളിലുള്ളവർ ജീവനോടെയുണ്ടോ? ഒരു വിവരവുമില്ല. നിസ്സഹായതയുടെ നിമിഷങ്ങൾ. സാധാരണ മണ്ണുമാന്തൽ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു ചെറിയ പിഴവ് മതി എല്ലാം തകരാൻ. സൈന്യം, NDRF, പോലീസ്, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ, നാട്ടുകാർ. മനുഷ്യന്റെ നിശ്ചയദാർഢ്യം ഒരൊറ്റ മനസ്സായി മാറി. ഓരോ കല്ലും ഓരോ പിടി മണ്ണും കൈകൊണ്ട് നീക്കി. വിയർപ്പും കണ്ണീരും കലർന്ന ആ നിമിഷങ്ങൾ. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം. ഒടുവിൽ ഒരു നേർത്ത പ്രകാശം. ഒരു ചെറിയ തുളയിലൂടെ ഗുഹയുടെ ഉള്ളിലേക്കെത്താൻ കഴിഞ്ഞു. അതൊരു ശുഭസൂചനയായിരുന്നു. ആ തുളയിലൂടെ ജീവവായുവും വെള്ളവും ഉള്ളിലെത്തിച്ചു. പക്ഷേ അവരെ പുറത്തെത്തിക്കാൻ ഇനിയും കടമ്പകളേറെ. ഏകദേശം 30 മണിക്കൂറുകൾ. രാവും പകലുമില്ലാതെ, ഉറക്കമില്ലാതെ, വിശ്രമമില്ലാതെ. ആ മനുഷ്യർ പ്രകൃതിയോട് മല്ലിട്ടു. ഒടുവിൽ ആ അത്ഭുതം സംഭവിച്ചു. പിറ്റേ ദിവസം രാത്രിയോടെ ജൂലൈ 4-ന് ആ 3 തൊഴിലാളികളും പുറത്തേക്ക്. ചെറിയ പരിക്കുകൾ മാത്രം. ജീവൻ തിരിച്ചുകിട്ടിയതിന്റെ ആശ്വാസത്തിൽ അവർ രക്ഷാപ്രവർത്തന സംഘത്തിന് നന്ദി പറഞ്ഞു. ഇതൊരു കഥയല്ല. മനുഷ്യന്റെ നിശ്ചയദാർഢ്യം, കൂട്ടായ പ്രവർത്തനം, അതിജീവനത്തിനായുള്ള പോരാട്ടം. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ വേണ്ടി അനേകം പേർ ഒത്തുചേർന്നപ്പോൾ അത് ചരിത്രത്തിലെ ഒരു അത്ഭുത രക്ഷാപ്രവർത്തനമായി മാറി. ഈ കഥ നിങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയെന്ന് കരുതുന്നോ? ഇനിയും ഇതുപോലെയുള്ള യഥാർത്ഥ സംഭവങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ഡിഫറന്റ് കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം.